നമ്മുടെ അതിഥി ഭായിമാർ എല്ലാവരും തിരിച്ചെത്തിയില്ലെങ്കിലും കുറച്ചു പേരൊക്കെ തിരിച്ചെത്തി. തിരിച്ചെത്തിയവർ ഇപ്പോൾ പുതിയ അടവ് പുറത്തെടുക്കുന്നു. കൂലി 1500 ഇല്ലെങ്കിൽ പണിക്ക് വേറെ ആളെ നോക്കിക്കൊള്ളാനാണ് അവർ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി ബംഗാളിലേക്കും അസമിലേക്കും പോയ നമ്മുടെ അതിഥി ഭായിമാർ തിരിച്ചെത്താതിരുന്നത് ഹോട്ടൽ നിർമ്മാണ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹോട്ടലുകൾ പലതും തൊഴിലാളികളില്ലാത്തതോടെ അടച്ചുപൂട്ടി. അങ്ങനെ ഇരിക്കെയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കുറച്ച് ഭായിമാർ തിരിച്ചെത്തിയത്. ഇവരിൽ ഒട്ടുമിക്കവരും ദിവസക്കൂലി 1000-ന് മുകളിൽ ചോദിച്ചിരിക്കുക. ഇതോടെ ഹോട്ടൽ നിർമ്മാണ മേഖല വീണ്ടും പ്രതിസന്ധിയിലായി. 1000-ന് മുകളിൽ കൂലി കിട്ടിയില്ലെങ്കിൽ മറ്റ് ജോലികൾക്ക് പോകുമെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. ഇവന്മാർ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ ഒഴിവാക്കി പകരം മറ്റു മാർഗത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് ചെറുകിട ഹോട്ടലുകളും നിർമ്മാണ കരാറുകാരും. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന മേസ്ത്രിക്ക് 1000 രൂപയാണ് കൂലി, സഹായിക്ക് 900 രൂപയും. ചില മേഖലകളിൽ മേസ്ത്രിക്ക് 1100 രൂപയും സഹായിക്ക് 1000 രൂപയും കൊടുക്കുന്നു. എന്നാൽ മേസ്ത്രിക്ക് 1500 രൂപയും സഹായിക്ക് 1300 രൂപയും വേണമെന്നാണ് ഇവന്മാരുടെ നിലപാട്. ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ തങ്ങളുടെ കൂലിയും വർദ്ധിപ്പിക്കണമെന്നാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധി രൂക്ഷമായതോടെ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. പകരം മറ്റു മാർഗങ്ങൾ ആലോചിക്കുകയാണ്. നേരത്തെ തമിഴന്മാരായിരുന്നു ഈ ജോലികൾ ചെയ്തിരുന്നത്. അവരുടെ ജോലിയാണ് ഇവന്മാർ ഏറ്റെടുത്തത്. തമിഴന്മാർ ഇപ്പോൾ കേരളത്തിലേക്ക് ജോലിക്ക് വരാതെയുമായി. അവർക്ക് തമിഴ്നാട്ടിൽ തന്നെ ഇവിടെ കിട്ടുന്ന കൂലി അവിടെയും കിട്ടും. മാത്രമല്ല അവിടെയും ഇഷ്ടംപോലെ പണിയുണ്ട്. പണി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് അവിടെ. പണ്ടായിരുന്നു ആളുകൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത അവർ കൂലിപ്പണിക്ക് പോയിരുന്നത്. ഇപ്പോഴത്തെ തലമുറ വിദ്യാസമ്പന്നരാണ്. അവരാരും കൂലിപ്പണിക്ക് ഇറങ്ങില്ല. മാത്രമല്ല മലയാളികളെ പോലെ വിദേശ രാജ്യങ്ങളിലും അവർ നിറസാന്നിധ്യമാണ്. ചുരുക്കത്തിൽ തമിഴന്മാർ ഹോട്ടൽ ജോലിക്കോ റോഡ് പണിക്കോ ഒന്നും ഇനി വരികയില്ല. വേറെ വഴികളില്ലെങ്കിൽ ഇവന്മാർക്ക് ചോദിക്കുന്ന കൂലി കൊടുത്ത് ഇവന്മാരെ നിർത്താനേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഹോട്ടലുകളിൽ ആഹാരങ്ങൾക്ക് വീണ്ടും വില കൂട്ടേണ്ടി വരും. അതെല്ലാം ചുമക്കേണ്ടത് പൊതുജനങ്ങളും.